ഹായ് ഗുഡ് മോർണിംഗ്. ഞാനിതിപ്പോൾ ജക്കാർത്തയിലാണ് കേട്ടോ. ജക്കാർത്ത ടൗണിൽ നിന്നൊരു 10-30 കിലോമീറ്റർ മാറിയിട്ട് നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടാണ് റൂം എടുത്തത്. ഒരു 2 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റൂമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ മണി 1500 രൂപയാണ്. ഇവിടുത്തെ ഏകദേശം 2.5 ലക്ഷം രൂപ വരും ഈ ഒരു റൂമിന്. കാരണം സിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ ബഡ്ജറ്റ് കൂടും. അപ്പോൾ നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സോളോ ട്രിപ്പ് ആയതുകൊണ്ട് ഇവിടെ നമ്മളെ റിയ ഇവിടെ റൂം എടുത്തു തന്നു. AC റൂമാണ് കേട്ടോ. TV അതുപോലെ തന്നെ ഇവര് കുടിക്കാനുള്ള വെള്ളം, പിന്നെ സോപ്പ്, ഷാമ്പു, പേസ്റ്റ്, ബ്രഷ്, ടവല്, ബ്ലാങ്കറ്റ് സംഭവങ്ങളൊക്കെ കോംപ്ലിമെന്ററി തന്നിട്ടുണ്ടായിരുന്നു. നല്ല നീറ്റായിട്ടുള്ള റൂമാണ്. കൊടുക്കുന്ന ഒരു എമൗണ്ട് എനിക്ക് എന്തായാലും ഇന്നലെ വർത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല സ്റ്റേ ചെയ്തു. ഇപ്പം നമ്മൾ രാവിലെ ഒരു 5:30 അലാറം വെച്ച് എണീറ്റ് നമ്മൾ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഞാനിങ്ങനെ റെഡിയായി. ഞാൻ ഈ ഹോട്ടൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ആരെങ്കിലൊക്കെ ഇന്തോനേഷ്യയിലേക്ക് ജക്കാർത്ത ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഹോട്ടലിന്റെ പേര് വേണമെങ്കിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഹോട്ടലിന്റെ ഫ്രണ്ട് സൈഡും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഹോട്ടലിന്റെ പേര് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. മൻസൂർ പുറകിലുണ്ട്. അപ്പോൾ ഇന്നലെ റിയന്റെ ഫാദറിന്റെ വീട് ഇവിടെ ജക്കാർത്തയിലാണ്. അവന്റെ ഫാദറിന് ഇവിടെ ഒരു ചെറിയ വില്ലൊക്കെ ഉണ്ട്. അവന്റെ സിസ്റ്ററും ഫാദറും അവിടെ താമസം. അപ്പോൾ റിയയും നമ്മുടെ മൻസൂറും കൂടെ ഇന്നലെ രാത്രി അങ്ങോട്ട് പോയി. ഞാനിവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്തു. ഞങ്ങൾ ഇന്നലെ സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇപ്പൊ രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. നമ്മളിന്ന് 500 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് യോഗ്യകാർത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ജക്കാർത്ത സിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇന്നലെ റൂം എടുത്തത്. AC റൂമാണ്. നല്ല നീറ്റ് ആയിട്ടുള്ള റൂമായിരുന്നു. കുഴപ്പമില്ലാത്തൊരു സ്റ്റേ ആയിരുന്നു. വെള്ളവും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ക അടിപൊളിയായിരുന്നു കേട്ടോ. തോന്നുന്നു ഏകദേശം വൈകുന്നേരം ആവും. 500 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് യോഗ്യകാർത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ അവിടെ ഉള്ള കാഴ്ചകളും ഇന്ന് പോകുന്ന വഴിക്കുള്ള കുറച്ച് ഡെസ്റ്റിനേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഗെയിൻ വെൽക്കം ടു ഇന്തോനേഷ്യൻ വ്ളോഗ്. എല്ലാവരും ഇന്തോനേഷ്യൻ വ്ളോഗ് കാണുക, ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓരോരോ വിശേഷങ്ങൾ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. റിയക്കിനെ കുറച്ച് മലയാളമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മള് ജക്കാർത്തയിൽ നിന്ന് യോഗ്യകാർത്തയിലേക്ക് പോകുന്ന ഹൈവേ ആണിത്. നല്ല അടിപൊളി റോഡാട്ടോ. സൂപ്പർ റോഡാണ്. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോവും. അത്ര അടിപൊളി റോഡൊക്കെയാണ് ഇവിടുത്തെ. ഭയങ്കര വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെ കാണാം. ഒരു സൈഡിൽ നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായുള്ള യാത്ര. രാവിലെ ചെറിയ കോടയൊക്കെ ഉണ്ടായിരുന്നു, മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണുള്ളത് നോക്കാം. ഇവിടെ ഒരുപാട് ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ഒരുപാട് ഷോപ്പുകളുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന. പാർക്കിംഗ് സൗകര്യം ഉണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം എന്താണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് നോക്കാം. നല്ല ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇവിടെ ഒരുപാട് നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ചെമ്മീനൊക്കെ ഉണ്ട്, പ്രൗൺ. ഇവരുടെ സ്പെഷ്യൽ സ്നാക്കുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ കാണാത്ത തരത്തിലുള്ള കിടിലൻ സ്നാക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പച്ചപ്പയർ, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്. പിന്നെ ഇവര് കുറച്ച് സ്നാക്കാണ്. പിന്നെ ഇവിടെ നല്ല സ്പൈസി നല്ല മസാല ഉണ്ട് ഗായ്സ്. കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലെ ഉള്ളിവട. ഉള്ളിവട ഉണ്ട്, എഗ്ഗ് കറി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഇത് അവിടെ വെച്ചിട്ടുണ്ട്, ഫിഷ് ഉണ്ട്. അപ്പോൾ റൈസ്, വൈറ്റ് റൈസ്. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു. ആറം ഹാദിയ shop name. Ready? The fish, this fish. Yeah. Yeah, my other one piece. Yeah. One piece. Satu aja. Jangan banyak-banyak. Ini. Ya. What you drink? What you want to drink? Teh, ST, or apa? Lemon juice? Lemon? No juice.
Enggak ada jeruk. Adanya jeruk. Hah? Jeruk. Jeruk. Jeruk es. Es jeruk ada. Es orange juice. orange juice, orange juice. Ice. Jeruk tuh ada. Yeah, ice. Wow, some more items. Fish curry. Yeah, my fish curry favorite. My favorite fish curry. Yeah. This one, please. This one. This one. This one only. This one, fish curry. Fish curry only. Fish, hi. Hai. Assalamualaikum. Waalaikumsalam warahmatullahi wabarakatuh. Ya, Indian. Ambil sendiri ya? Ambil sendiri silakan. Oke. This? Satunya 20.000. Oh, daging. This is not fish, bro. Meat. 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 Good? Good. Okay. Iya ayam. Oh, ayam. Chicken. Oh, chicken. Chicken. Fish. Fish one. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫിഷ് മേടിച്ചു കേട്ടോ. കണ്ട ഗൈസ്, ഞാനിത് ഇവിടുന്ന് നമ്മുടെ നാട്ടിലെ ഉള്ളിവട ഉണ്ട്, പിന്നെ വൈറ്റ് റൈസ് ഉണ്ട്, ഒരു വെറൈറ്റി ഫിഷ് ഉണ്ട്. ഇവിടെ കുറച്ചും കൂടെ ഫിഷ് ഐറ്റംസ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇവിടുന്ന് Enak topol. ഓക്കെ നമ്മളങ്ങനെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മളിത് യാത്ര തുടരുകയാണ് കേട്ടോ. ഒന്ന് റീഫ്രഷ്മെൻ്റ് ആയി. ഇവിടെ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ, നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവരെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്ലീൻഡ് ആണ്, ഭയങ്കര ഹൈജീനിക് ആണ്. ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ആ സൈഡിലായിട്ട്. ഇവിടെ ഒരുപാട് ഇങ്ങനെ ഫുഡ് സ്റ്റാളുകൾ ഉണ്ട് കേട്ടോ, നല്ല ഫുഡാണ്. സിസ്റ്റർ, ഓക്കെ, ബൈ, സീ യു, താങ്ക് യു സോ മച്ച്, വെൽക്കം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വണ്ടി പാർക്കിംഗ് നല്ല സൗകര്യം ഉണ്ട്. പിന്നെ നല്ല അടിപൊളി റോഡ് ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി റോഡും, ഉറങ്ങിപ്പോകും നമ്മൾ ഇരുന്നിട്ട് വണ്ടിയിൽ, അത്രയും അടിപൊളിയാണ്. അപ്പൊ നമ്മളെ യാത്ര നമ്മൾ യോഗ്യകാർത്തയിലേക്കുള്ള, യോഗ്യകാർത്തല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ നമ്മളെ യാത്ര നമ്മൾ തുടരുകയാണ്. ഏകദേശം നമുക്കൊരു 450 കിലോമീറ്ററോളം ഇനി യാത്രയുണ്ട്. ഏകദേശം ഒരു 100-150 കിലോമീറ്റർ ഓടി ഇവിടെ ഒരു സ്ഥലത്തി. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ, അതേപോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് വാഷ്റൂം, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്, മെഡിക്കൽ സ്റ്റോറുകൾ, ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് റിയ ഇവിടെ നിർത്തിയതാണ്. റിയ വാഷ്റൂമിൽ പോയിരിക്കുകയാണ്. ഇതേ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്തു. പക്ഷേ ട്രാവൽ ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് തുമ്മലുണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബ് ആവണ്ട എന്ന് കരുതിയിട്ടാണ് മാസ്ക് ഇവിടെ കുറേ പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നല്ലതാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത്. പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് അലർജി ഉള്ളത് കൊണ്ട് മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് യാത്രയിൽ. ഹായ്. അപ്പോൾ ഞങ്ങളിത് മുഖമൊക്കെ ഒന്ന് കഴുകി വാഷ്റൂമിലൊക്കെ പോയിട്ടൊന്ന് 10 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഇവിടെ നിർത്തിയതാണ്. നമ്മൾ 150 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 350 കിലോമീറ്റർ ഇനി ട്രാവലിംഗ് ഉണ്ട്. അടിപൊളി റോഡ് ട്രിപ്പാണ് കേട്ടോ. ശരിക്കും നമുക്ക് ആസ്വദിക്കാനുണ്ട്. ഒരുപാട് രണ്ട് സൈഡിലും ഇങ്ങനെ നെൽപ്പാടങ്ങളും കൃഷി സ്ഥലങ്ങളും ചെറിയ ചെറിയ വീടുകളും വില്ലേജ് ഏരിയ ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ജക്കാർത്തയിൽ നിന്ന് യോഗ്യകാർത്തയിലേക്ക് പോകുമ്പോഴുള്ള റൂട്ട് കേട്ടോ. അടിപൊളിയാണ്, ബോറടിക്കില്ല. കാരണം നമ്മളിങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോകും, അത്രയ്ക്കും അടിപൊളിയാണ്. വണ്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരു കുണ്ടും കുഴിയോ അതില്ലാണ്ട് നല്ല മനോഹരമായിട്ട് നമുക്ക് റോഡ് ട്രിപ്പ് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരുപാട് കഫേകൾ, റെസ്റ്റോറൻറ്റുകൾ, സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം കുടിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. മൊത്തത്തിൽ ടയേർഡാണ്, ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട്. മുഖത്ത് ഉറക്കത്തിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട്. ഇന്നലെ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങി, രാവിലെ ഏർലി മോർണിംഗിൽ എണീറ്റു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ, യാത്രാ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് റീഫ്രഷ്മെൻറ്റ് ചെയ്യാൻ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പള്ളിയുണ്ട് കേട്ടോ, അവിടെ അടുത്ത് പള്ളിയുണ്ട്. അത് പാർക്കിംഗ് ഫീ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സോറി, ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ട്. His father is there in Jakarta. Sir, you are from Malaysia? He is Tamil, but he is Malaysia. Okay. And his family. മൻസൂറിൻ്റെ ഒരു ഫ്രണ്ടിന്, മൻസൂർ ഒരു മലേഷ്യൻ കൺട്രീസിലുള്ള പീപ്പിളാണ്. അവരിവിടെ വെച്ച് പരിചയപ്പെടുകയാണ്. അവർ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോഴേ നമ്മളെ പരിചയപ്പെട്ടതാണ്. നല്ല അടിപൊളി ടീംസാണ്. അവർ ആക്ച്വലി തമിഴാണ്, മലേഷ്യൻ കൺട്രീസാണ്. അവരിവിടെ ചുമ്മാ വിസിറ്റിങ്ങിന് വന്നതാണ്, ഫാമിലി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ്. If you go to Sleman, the culture is same like your culture. Okay. And
concentrated. East Java is Tengger. But you know, you are doing Tengger in Bromo. Yes, that's, going you have to visit that. Okay. How many traveling to Bali? Bali, how many kilometers? Bali actually about you have 10 hours more to go, I think. 10 hours. Yes. Oh. Describe this place name. My name is Henny. I'm from Jakarta. ജക്കാർത്ത ഓ ജക്കാർത്തയിലാണ് മാമിൻ്റെ വീട്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ബാലിയിലേക്കുള്ള റൂട്ടും കുറേ ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ അവർ പറഞ്ഞു തരുവാണ്. അവർ ജക്കാർത്തയിലാണ്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ജക്കാർത്ത സിറ്റിയിലാണ്. ആക്ച്വലി ഇന്തോനേഷ്യക്കാരിയാണ് പുള്ളിക്കാരൻ, മലേഷ്യൻ. ഹായ്. How are you? Tired? ഒരു 100-300 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. പക്ഷേ നല്ല റോഡാണ്, ടയേർഡ് ആവില്ല നമ്മൾ ഈ റോഡിൽ ഒരിക്കലും.